പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ വണ്ടി പോവില്ല, ഇത് തീരുമാനമാക്കിയിട്ടേ പോകൂ. മറിയുണ്ട് ഇതിനൊന്നും നിയമം. എത്ര കാലങ്ങളായി MP-യുടെ MLA-യുടെ എല്ലാവരുടെ വോട്ടുണ്ട്. വോട്ട് കൂടെ നിങ്ങളുടെ ഭരണാധികാരി മുനിസിപ്പൽ ചെയർമാനല്ലേ, അയാളുടെ ബോർഡ് ഞങ്ങൾ കാണിച്ചു തരാം. അയാളുടെ ബോർഡ് നിങ്ങളിപ്പോൾ പറഞ്ഞ ഒരു മുനിസിപ്പൽ ചെയർമാനല്ലേ, അയാൾ പൊതു സ്ഥലത്ത് വെച്ച ബോർഡ് ഇപ്പോൾ കാണിച്ചു തരാം. നിയമം എല്ലാവർക്കും ഒരുപോലെ ഉണ്ട്. ഞങ്ങൾക്ക് നിയമം രണ്ട്. ഞങ്ങൾ കൊടി അയക്കാൻ പറഞ്ഞു അയച്ചിട്ട്. ഇത് എത്ര ദിവസമായി നിങ്ങൾ ഈ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലൊന്ന് പോയി നോക്ക്. ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല. മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതൽ ഈ ഫ്ലക്സും കൊണ്ട് നിറയ്ക്കുന്ന ഇയാളൊരു ഫോട്ടാണ്, ഈ പല്ലിടിച്ച ഫോട്ടോ. ഇതിനൊന്നും ഒരു ഇതുമില്ല. ഞങ്ങൾ 4 കൊടി വെച്ച് താഴ്ത്തിക്കാൻ വരും. അല്ലേ, എന്റെ ചെയർമാനാണ് രാജഭരണം. ഇവിടെ ഞങ്ങളെ പേര് ഞങ്ങൾ അറസ്റ്റ് ചെയ്തോട്ടെ. കേസല്ലേ വരുള്ളൂ. പോലീസിനെ വിളിക്കുന്നത് വേണ്ടി വന്നപ്പോൾ ഇരിക്കും. ഞങ്ങൾ കൊടിയുണ്ടോ നമ്മുടെ വണ്ടിയിൽ? കൊടി ഉണ്ടെങ്കിലേ നമുക്ക് 15 പിടിക്കില്ല. മഴ കൊണ്ടാ ഇത് ലീകേറുന്നല്ലേ നമ്മൾ. എത്ര കാലമായി മണ്ണാർക്കാട് ജോലി ചെയ്യാൻ ഇത് പഠിപ്പിക്കണ വിവരങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളത് കണ്ടിട്ടില്ല. നിങ്ങൾ ഒരു ഉദ്യോഗസ്ഥന്മാരത് കണ്ടിട്ടില്ല. എത്ര ദിവസം അനവധി ബോർഡുകളാണ് ഇന്ന് പിന്നെ വടക്കമണ്ണം മണ്ണാർക്കാട് ഭാഗത്ത് മൊത്തം ഉള്ളത്. അനവധി ബോർഡുകൾ. അത് ഇതേപോലെ തന്നെ അവരുടെ കുടിമരങ്ങളുണ്ട്. മറ്റേ നമ്മുടെ കുടിമരം വെക്കുമ്പോൾ മാത്രം കുടിമരങ്ങൾ പുറത്ത് എടുക്കുക, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എടുക്കുക. അവരതൊക്കെ സുഖമായിട്ട് റോഡ് സൈഡിൽ പോയി നിൽക്കുക. നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം. പ്രതിഷേധം. അവിടെയുണ്ട് ബോർഡ്, ഒന്നും കൂടി ഉണ്ട്. അവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം ഈ മാസം 18, 19, 20 തീയതികളിൽ വടക്കഞ്ചേരിയിൽ വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് യുവജന വിദ്യാർത്ഥി സംഗമം പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ ഇന്നലെ AIYF-ൻ്റെയും AISF-ൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കൊടികൾ മണ്ണാർക്കാട് ടൗണിൽ കെട്ടുകയുണ്ടായി. എന്നാൽ അർദ്ധരാത്രിയിൽ ആ കൊടികൾ ഞങ്ങൾ നീക്കം ചെയ്തു. നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മണ്ണാർക്കാട് മുനിസിപ്പൽ സെക്രട്ടറി ഞങ്ങളെ വിവരമറിയിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്, നിങ്ങൾ സഹകരിക്കണമെന്ന് അദ്ദേഹം അറിയിച്ചപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ കെട്ടിയ എല്ലാ കൊടികളും ബോർഡ് ബാനർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നീക്കം ചെയ്തു. ഇത് ഞങ്ങളോട് പറഞ്ഞ് ഇത് ഞങ്ങളെക്കൊണ്ട് രാത്രി എടുപ്പിച്ച മുനിസിപ്പൽ സെക്രട്ടറിയുടെ മൂക്കിന് താഴെ 28 ഫ്ലക്സ് ബോർഡുകളാണ് മണ്ണാർക്കാട് MLA-യുടെയും മുനിസിപ്പൽ ചെയർമാൻ്റെയും പേര് വെച്ചുകൊണ്ട് മണ്ണാർക്കാട് മുനിസിപ്പൽ പരിധിയിലെ പൊതുനിരത്തുകളിൽ വെച്ചിട്ടുള്ളത്. ഇത് നീക്കം ചെയ്യേണ്ട ബാധ്യത മുനിസിപ്പൽ സെക്രട്ടറിക്കില്ലേ? ഞങ്ങളോട് ഇക്കാര്യം പറയുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് വെച്ചതല്ലേ ആദ്യം നീക്കം ചെയ്യാൻ ആവശ്യപ്പെടേണ്ടത്? അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാതെ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ്റെയും MLA-യുടെയും ഇംഗിതത്തിന് വഴങ്ങി ഞങ്ങൾക്ക് നേരെ ആക്രമണത്തിന് മുതിരുന്ന നിലപാടാണ് മുനിസിപ്പൽ സെക്രട്ടറി സ്വീകരിച്ചത്. ഞങ്ങൾ ഇന്ന് രാവിലെ കൊണ്ടുപോയി പരാതി കൊടുത്തു. പരാതി കൊടുത്ത് എൻഫോഴ്സ്മെൻറ്റിനെ വിടാൻ പറഞ്ഞു. മുനിസിപ്പൽ സെക്രട്ടറി ആളുകളെ വിട്ടു. ആളുകളെ വിട്ടപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിടുകയും അത് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ നീക്കം ചെയ്താൽ മാത്രം പോരാ, ഒരു ബോർഡിന് സർക്കാർ നിർദ്ദേശപ്രകാരം 5000 രൂപയാണ് ഫൈനാക്കി ഈടാക്കേണ്ടത്. ആ ഫൈൻ
ബന്ധപ്പെട്ട MLAയിൽ നിന്നും മണ്ണാർക്കാട് MLAയിൽ നിന്നും മുനിസിപ്പൽ ചെയർമാനിൽ നിന്നും ഈടാക്കിയില്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ആ പണി അവിടെ ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങൾ നിയമം മാനിക്കുന്ന ആളുകളാണ്. ആ നിയമം മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ കെട്ടിയ കാര്യങ്ങളൊക്കെ നീക്കം ചെയ്തത്. ഇവിടെ ഫ്ലക്സ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ഭാഗമായി മണ്ണിൽ ലയിച്ചു ചേരാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ നിരോധിച്ചതാണ്. അതിൻ്റെ ഭാഗമായി ഫ്ലക്സ് സമ്പൂർണ്ണമായും കേരള ഹൈക്കോടതി നിരോധിച്ചതാണ്. എന്നാൽ മണ്ണാർക്കാട് മുനിസിപ്പൽ ചെയർമാൻ ആ പ്രവൃത്തിക്ക് ഹരിത പ്രോട്ടോകോൾ പ്രകാരം പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടയാളാണ്. ആ ഹരിത പ്രോട്ടോകോൾ പാലിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ MLAയുടെയും പേരുകൾ ഫ്ലക്സിൽ പ്രിൻ്റ് ചെയ്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റി പരിധിയിൽ വിവിധ ഭാഗങ്ങളിൽ പ്രദർശിപ്പിച്ചതിൻ്റെ തെളിവുകൾ ഞങ്ങൾ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർമാനെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കണം. ഡബിൾ പിഴ ഈടാക്കണം. ഒന്ന്, നിരോധിച്ച പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തി പ്രദർശനം നടത്തി എന്നുള്ളത്. രണ്ട്, പൊതുനിരത്തിൽ പ്രദർശിപ്പിച്ചു എന്നുള്ളത് വളരെ കുറ്റകരമായ പ്രവൃത്തിയാണ് MLAയുടെയും മുനിസിപ്പൽ ചെയർമാൻ്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളിന്ന് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ വണ്ടി തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരെ കൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്യിപ്പിച്ചതാണ് ഞങ്ങളുടെ പ്രവർത്തകർ ഇന്ന് പിന്തിരിഞ്ഞിട്ടുള്ളത്. ഇത് തുടരും. ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്നതാണ് മറ്റുള്ളവരെ അറിയിക്കാനുള്ളത്.